നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി. ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ട് കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു. 89 സ്കൂളുകളിൽ നിന്നായി പങ്കെടുക്കുന്നത് 7377 പ്രതിഭകൾ. കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. കലോത്സവ കാഴ്ചകൾ ബുധനാഴ്ച മുതൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. പോർക്കുളത്ത് കാറിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. കുത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. പെരുമ്പിലാവ് കുരട്ടിക്കരയിൽ KSRTC ബസും സ്വകാര്യ ബസും തമ്മിൽ ഇടിച്ച് അപകടം. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി. പോലീസ് ഏകാദശി വിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. രാജ്യതലസ്ഥാനത്തെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂരിലും സുരക്ഷ കർശനമാക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകി. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി മുഴുവൻ മഞ്ചുളാൽ പരിസരത്തും തൈക്കാട് ജംഗ്ഷനിലും പോലീസ് വാഹന പരിശോധന നടത്തി. ക്ഷേത്രത്തിനകത്തും പുറത്തും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് പരിശോധന നടത്തുന്നത്. ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ട് കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു. കലാവിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന 4 ദിനരാത്രങ്ങൾക്കാണ് എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുന്നത്. പതിനൊന്നാം തീയതി മുതൽ 14 തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. 8 പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ 15 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് പ്രധാനമായി നടക്കുന്നത്. എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി 4ാം വേദിയായ നിർമ്മല സ്കൂളിൽ നാടോടി നൃത്തവും ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വേദിയിൽ ലളിതഗാന മത്സരവും നടക്കുന്നുണ്ട്. 12ാം തീയതി രാവിലെ 9:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. തുടർന്ന് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും. 89 സ്കൂളുകളിൽ നിന്നായി 7377 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. ദിവസവും 5000 പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. നാല് ദിവസങ്ങളിലായി നടക്കുന്ന കുന്നംകുളം ഉപജില്ലാ കലോത്സവം ഏറ്റവും ഭംഗിയായി നടത്താൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും മികച്ച സംഘാടനത്തോടെ കലാമാമാങ്കം നടത്തുമെന്നും കുന്നംകുളം AO A മൊയ്തീൻ പറഞ്ഞു. വരുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവുന്ന രീതിയിൽ തന്നെ പരാതികൾക്ക് ഇടവരാത്ത രീതിയിൽ മികവാർന്ന രീതിയിൽ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ലൈറ്റ്, സൗണ്ട്, സ്റ്റേജ് അതുപോലെയുള്ള മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മത്സരത്തിനായി പങ്കെടുക്കാൻ എത്തിച്ചേരുന്ന മുഴുവൻ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഇതിലേക്ക് വരുന്ന ഒഫീഷ്യൽസിനും എല്ലാം തന്നെ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും തയ്യാറാക്കി ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇതിനു വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പരിപാടികൾ ഇന്ന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കലോത്സവം ഉൾപ്പെടെയുള്ള നാടിന്റെ ഉത്സവങ്ങൾ തത്സമയം കാഴ്ചക്കാരുടെ മുന്നിലെത്തിക്കുവാൻ CCTV നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പറഞ്ഞു. എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം കാണാൻ എത്തിയതായിരുന്നു അദ്ദേഹം. കലോത്സവ നഗരിയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം ഒരു ജനപ്രതിനിധി മാത്രമല്ല, തികഞ്ഞ ഒരു കലാകാരനും കലാ ആസ്വാദകനും കൂടിയാണ്.
ഈ കലോത്സവ വിശേഷങ്ങൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ച് അറിയാം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിവസം? ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് എരുമപ്പെട്ടിയിൽ ഈ കലോത്സവം എത്തുന്നത്. ഇന്ന് മുതൽ 4 ദിവസമാണ് കലോത്സവം നമ്മുടെ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ പരിസര വേദികളിലുമൊക്കെ ആയി നടക്കുന്നത്. ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് കൂടുതൽ എങ്കിലും ചില വേദികളിൽ നാടോടി നൃത്തം അതുപോലെ തന്നെയുള്ള ചില സ്റ്റേജ് പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പോൾ നാടോടി നൃത്തമൊക്കെ ഇപ്പോൾ കണ്ടുനോക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള വളരെ നിലവാരം പുലർത്തിയ നാടോടി നൃത്തവും അതുപോലെയൊക്കെ നമുക്ക് സ്റ്റേജിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് എരുമപ്പെട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഉത്സവമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് CCTV എല്ലാ വർഷങ്ങളിലും എല്ലാ സബ് ജില്ലകളിലും കലോത്സവങ്ങളും വളരെ നന്നായി സംപ്രേഷണം ചെയ്യുന്ന ഒന്നാണ്. നാളെ മുതലാണ് ലൈവായിട്ട് ഇതിടുന്നതായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും എല്ലാവരും എരുമപ്പെട്ടിയിലേക്ക് ഇത് കാണാൻ വരണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം എല്ലാ കലോത്സവത്തിനും ഉപജില്ലയായാലും ജില്ലയായാലും കലോത്സവമായാലും ഒക്കെ എത്താറുള്ള ആളാണ്. അദ്ദേഹം വലിയ ഒരു കലാകാരനാണ്, ചിത്രകല ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് CCTVയുടെ നന്ദി അറിയിക്കുകയാണ്. കലോത്സവത്തിൽ കാണികളെ വിസ്മയിപ്പിച്ച് കുട്ടി നാടോടികൾ. LP UP വിഭാഗത്തിലെ മത്സരാർത്ഥികളാണ് ഭാവ ആംഗ്യാഭിനയം കൊണ്ട് പ്രശംസ നേടിയത്. നാലാം നമ്പർ വേദിയായ നിർമ്മല സ്കൂളിലാണ് നാടോടി നൃത്ത മത്സരം അരങ്ങേറിയത്. LP വിഭാഗത്തിൽ 51 കുട്ടികളും UP വിഭാഗത്തിൽ 30 കുട്ടികളുമാണ് പങ്കെടുത്തത്. പുരാണങ്ങളും ഐതിഹ്യങ്ങളും സമകാലിക സംഭവങ്ങളും കഥയായി മത്സരാർത്ഥികൾ ആടി അഭിനയിച്ചു. ഹാസ്യവും ദുഃഖവും പകയും വിവിധ ഭാവങ്ങളായി കുട്ടിക്കലാകാരികളുടെ മുഖത്ത് മിന്നിമറഞ്ഞു. തമ്പ്രാനോടുള്ള അടിയാത്തിപ്പെണ്ണ് ചിരതയുടെ പ്രതികാരത്തിന്റെ കഥയാണ് കൂടുതൽ പേരും അവതരിപ്പിച്ചത്. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നേർചിത്രവും നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണവും അവതരിപ്പിച്ച മത്സരാർത്ഥികൾ അധികാരികളുടെ നിസ്സംഗതയ്ക്കെതിരെ ചോദ്യശരങ്ങളെറിഞ്ഞു. ഉറ്റവരുടെ വേർപാടിന്റെ ദുഃഖം കുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ കാണികളുടെ നെഞ്ചിൽ വേദനയുടെ പിടച്ചിലുണ്ടാക്കി. മത്സരാർത്ഥികളുടെ ചടുല നൃത്തവും ഭാവാഭിനയവും നാടോടി നൃത്തവേദിയെ മികവുറ്റതാക്കി. കലാപ്രകടനം കൊണ്ട് കാണികളുടെ മനസ്സ് നിറയ്ക്കുന്ന മത്സരാർത്ഥികൾക്കും അണിയറ പ്രവർത്തകർക്കും വയറ് നിറക്കാൻ സ്വാദിഷ്ടമായ ഭക്ഷണം നൽകിയ സംഘാടകർ. അധ്യാപക സംഘടനയായ KSTA യാണ് ഭക്ഷണശാലയുടെ ചുമതല വഹിക്കുന്നത്. 4 ദിവസമായി നടക്കുന്ന നമ്മുടെ കലോത്സവത്തില് മുഴുവൻ കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കരുതിയിട്ടുണ്ട്. ഇന്നത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത ചോറ്, സാമ്പാറ്, എലിശ്ശേരി, ഉപ്പേരി, അച്ചാറ്, പപ്പടം. എല്ലാ കുട്ടികളും നല്ല സ്വാദിഷ്ടമായ ഈ ഭക്ഷണം വയറ് നിറയെ കഴിച്ച് മുഴുവൻ കുട്ടികളും ഈ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെന്ന് അറിയിക്കുന്നു. ചെറിയ കുട്ടികളുടെ ടീച്ചർമാരെല്ലാവരും തന്നെ അക്കാര്യം ശ്രദ്ധിക്കണമെന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിലുള്ള ദുബായ് പാലസ് മിനി ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല പ്രവർത്തിക്കുന്നത്. ആദ്യ ദിവസമായ ഇന്ന് കുട്ടികളും അധ്യാപകരും സംഘാടകരും ഉൾപ്പെടെ 2900 പേർക്കാണ് ഭക്ഷണം ഒരുക്കിയത്. ചോറ്, സാമ്പാർ, കേബേജ് തോരൻ, മത്തങ്ങാപ്പയർ എരിശ്ശേരി, അച്ചാർ, പപ്പടം എന്നീ വിഭവങ്ങളോടുകൂടിയ സദ്യയാണ് ഒരുക്കിയിരുന്നത്. കുന്നോളം സബ്ജില്ല കലോത്സവം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ഏതാണ്ട് 2900 പേരുടെ ഭക്ഷണമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകുന്നുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ NSSന്റെ വളണ്ടിയേഴ്സ് ഉണ്ട്. നാളെ NCCക്കാരും പിന്നെ SPCക്കാരൊക്കെ ഒരാൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നടക്കുന്നു. ഫുഡ് കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം അധ്യാപകർ, PTA, MPTA, SMC കമ്മിറ്റി അംഗങ്ങൾ, NSS വിദ്യാർത്ഥികളും ഭക്ഷണ വിതരണത്തിൽ പങ്കാളികളായി. എല്ലാവർക്കും വളരെ സുഗമമായിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഫുഡ് കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. ആൽഫ കേറ്ററിംഗ് ഉടമ കടങ്ങോട് സ്വദേശി ചന്ദ്രബോസാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. ഫസ്റ്റ് ദിവസം ഏകദേശം 3000 പേരും, രണ്ടാമത്തെ ദിവസം ഏകദേശം ഒരു 3000 പേരും, മൂന്നാമത്തെ ദിവസം ഏകദേശം 4000 പേരും ഉള്ള ഒരു പരിപാടിയാണ് ഇത്. ഗംഭീര കുട്ടികള്
ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഫുഡിന്റെ സെക്ഷൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് ഇവിടെ കുട്ടികൾ വന്ന് ഭക്ഷണം കഴിച്ചു പോകും. തുടർന്നുള്ള ദിവസങ്ങളിലും സ്വാദിഷ്ടമായ സദ്യ നൽകാനാണ് സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഞാന് അഗതിയില് ദിവ്യ മൾട്ടി സ്കൂളിലാണ് വരുന്നത്. ദേവാൻഷിയാണ്. ഫുഡ് സൂപ്പറായിട്ട്. ഞങ്ങൾ മമ്പലത്തെ കുട്ടികളാണ്. ഞങ്ങൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കലോത്സവത്തിന് വന്നിക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് പറഞ്ഞാൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഫുഡാണ്. നല്ല ടേസ്റ്റ്. വളരെ രുചികരമായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു ഇന്നത്തെ. കാബേജ് തോരനും സാമ്പാറും ഉണക്കപ്പയറിന്റെ തോരനും എല്ലാം ഒന്നിനൊന്നും മെച്ചമെന്ന് തന്നെ പറയാം. വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്. ഞാൻ വെള്ളർക്കാട് സ്കൂളിൽ നിന്നാണ് വരുന്നത്. കഥാരചന കവിതാരചന സിദ്ധി രൂപത്തിനാണ് വന്നത്. ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഫുഡാ. സാമ്പാർ പുളിശ്ശേരി ചോറ് പപ്പടം ഫുഡ് കമ്മിറ്റി കൺവീനർ KM ജിതേഷ്, ജോയിന്റ് കൺവീനർ AN ദിശ, സ്കൂൾ PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, MPTA SMC ഭാരവാഹികളും ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. പോർക്കുളത്ത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരന് കാറിടിച്ച് ദാരുണാന്ത്യം. പോർക്കുളം കൂത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 6 മണിയോടെ പോർക്കുളം സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ഗൃഹനാഥനെ ചിറക്കൽ ഭാഗത്തുനിന്ന് പാറേമ്പാടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ ഗൃഹനാഥനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 7:30 മരണം സംഭവിച്ചു. അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കാരം നടത്തി. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. കുട്ടനാട് സെന്ററിന് സമീപം തൃത്താല റോഡിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിയോടെയായിരുന്നു അപകടം. തിരുമിറ്റക്കോട് സ്വദേശി ശ്രീരാഗ്, ചേകന്നൂർ സ്വദേശി അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. മേഴത്തൂർ ഭാഗത്തുനിന്ന് കൂറ്റനാട് ഭാഗത്തേക്ക് വരുന്നതിനിടെ പ്രയാഗ സ്റ്റോപ്പിന് സമീപം റോഡരികിലെ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയിലേക്ക് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ശ്രീരാഗിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും കാലിന് പരിക്കേറ്റ അഖിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നാലേമുക്കാലോട് കൂട്ടാണ് 2 ആളുകൾ ബൈക്കിൽ നിൽക്കുന്ന ബൈക്കാണ് ഈ പ്രദേശത്ത് പോയി. തൃത്താല ഭാഗത്ത് നിന്ന് കൂട്ടനാടിക്ക് പോകുന്ന ബൈക്കിന് ഓവർ സ്പീഡായിരിക്കണം. അത് ഈ പാലത്തിൻ്റെ ഈ മൂലയിൽ ഇടിച്ചിട്ട് ഓവർ സ്പീഡ് നിയന്ത്രണം വിട്ടിട്ട് മറിയാനുണ്ടായത്. അതിൽ വണ്ടി ഓടിച്ചിരുന്ന പയ്യനാണെന്ന് തോന്നുന്നു. അവൻ്റെ കാലിന് ഇടത് കാലിന് സാരമായ പരിക്കുണ്ട്. വണ്ടി ഇവിടെ ഇടിച്ചോട് കൂട്ട് ബാക്കിലിരുന്ന ആൾ പുറകിലിരുന്ന ആൾ അങ്ങോട്ട് കുറച്ച് വീണു. അതാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 പേരെയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശിയുടെ ഭാഗമായി വ്യാപാരികളുടെ വിളക്ക് ആഘോഷിച്ചു. രാവിലെ കാഴ്ച ശീവേലിക്ക് ചൊവ്വല്ലൂർ മോഹനൻ വാര്യരുടെ നേതൃത്വത്തിൽ മേളവും ഉച്ചതിരിഞ്ഞും രാത്രി വിളക്കെഴുന്നള്ളിപ്പിനും പല്ലാവൂർ ശ്രീധരൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അകമ്പടിയായി. സന്ധ്യയ്ക്ക് ശിവറാമിന്റെ തായമ്പകയും അരങ്ങേറി. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ വ്യാപാരി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിളക്കാഘോഷത്തിന്റെ 12ാം ദിവസമായ നാളെ ക്ഷേത്രവും പരിസരവും പ്രകാശപൂരിതമാക്കി ലക്ഷം ദീപം തെളിയും. അയ്യപ്പ ഭജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ലക്ഷം ദീപം തെളിയിക്കുന്നത്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ KSRTC ബസും സ്വകാര്യ ബസും തമ്മിലിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന് മുൻപിൽ ചൊവ്വാഴ്ച 10 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസും തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന സ്വകാര്യ ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ ദേശീയ തീർത്ഥാടന നഗരമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ് പറഞ്ഞു. ബാക്കിയുള്ള 25 സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രഖ്യാപനം നടത്തിയ കൌൺസിലർമാർക്ക് സ്വീകരണം നൽകി. തുടർന്ന് വികസിത ഗുരുവായൂരിന് വേണ്ടി സ്ഥാനാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു.
BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് S. ജയസൂര്യൻ, BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് C. നിവേദിത, ജനറൽ സെക്രട്ടറിമാരായ KR അനീഷ്, KS രാജേഷ്, വിപിൻ കൂടിയടത്ത്, സെക്രട്ടറി രാജൻ തറയിൽ, പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ, കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി, ബിജു പട്ടേംപുള്ളി, മനീഷ് കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ചിറക്കുളത്തിന്റെ 1ാം ഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. ജലരക്ഷ ജീവരക്ഷ എന്ന ലക്ഷ്യത്തോടെ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,67,000 രൂപ ചിലവഴിച്ചാണ് കുളപരിസരം സൗന്ദര്യവൽക്കരിച്ചത്. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് S. രേഷ്മ ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. 2ാം ഘട്ട പ്രവർത്തനത്തിനായി 5 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി ആൻസി വില്യംസ് പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ ഷീജ സുഗതൻ, മിന്റു റിനി, ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, മെമ്പർ യദുകൃഷ്ണൻ, സന്തോഷ് കൊളത്തേരി എന്നിവർ സംസാരിച്ചു. കാടുമൂടി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം നവീകരിക്കാൻ മുൻകൈയെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠനെ താഴെച്ചിറ കൂട്ടായ്മ ചടങ്ങിൽ ആദരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് 1ാം വാർഡ് മന്നലാം കുന്നിൽ അംബേദ്കർ റോഡ് പ്രാവർത്തികമായി. 5 ലക്ഷം രൂപ കൂടി ഉൾപ്പെടുത്തിയാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. കനോലി കനാലിന്റെ സമീപത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പുതിയ അംബേദ്കർ റോഡ് ആശ്വാസകരമാണ്. വർഷകാലത്ത് കിടപ്പ് രോഗികളായവരെ ആശുപത്രിയിലെത്തിക്കാൻ 100 മീറ്ററുകൾക്കപ്പുറം മന്നലാങ്കുന്ന് പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ വന്നു നിൽക്കുന്ന ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതിയായിരുന്നു. വാർഡ് മെമ്പർ അസീസ് മന്നലാങ്കുന്ന് സുഹൃത്ത് ഹുസൈൻ എടയൂരിനൊപ്പം റോഡിനായുള്ള പ്രവർത്തനം തുടങ്ങി. ദിവസങ്ങൾക്ക് മുമ്പ് അംബേദ്കറുടെ നാമകരണത്തോടെ റോഡ് പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലും ഉൾപ്പെടുത്തി. പ്രാഥമിക പ്രവൃത്തികൾക്ക് 5 ലക്ഷം രൂപ കൂടി പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചാണ് മെമ്പർ പടിയിറങ്ങുന്നത്. റോഡ് യാഥാർത്ഥ്യമായതോടെ പുരാതന കാലം തൊട്ട് വർഷം തോറും ഉത്സവം നടന്നു വന്നിരുന്ന ഇവിടുത്തെ പെരുവഴിപ്പുറത്ത് ക്ഷേത്രത്തിൽ ഉത്സവം പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ കൂടിയാണ് പ്രദേശവാസികൾ. പുരാതന കാലം തൊട്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് 16 വർഷമായിട്ട് പൂരം മുടങ്ങി. അത് വഴിയുടെ സാഹചര്യങ്ങൾ ഇല്ലാത്തത് കാരണം ആദ്യം ഇപ്പുറത്തേക്കൂടെയൊക്കെ പോകാനുള്ള വഴികളായിരുന്നു. അതൊക്കെ ഇപ്പോൾ മുടങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ അസീസ് അതിലിടപെട്ടോട് കൂടിയിട്ട് ഞങ്ങൾക്ക് വഴികളായി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം തൊട്ടിട്ട് പൂരം മുടങ്ങിയെടുക്കുന്നതായ പൂരം ഞങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതായ ഒരു സാഹചര്യം മെമ്പർ ഉണ്ടാക്കി തന്നു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദേശീയപാത വികസനത്തെ തുടർന്ന് കിഴക്കുഭാഗത്ത് അകപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തോട് ചേർന്ന് അടുത്തിടെ നിർമ്മിക്കപ്പെട്ട പള്ളിയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനും ഈ റോഡ് അനുഗ്രഹമായി. ഇവിടെ ഒരു ക്ഷേത്രം ഈ വീടിന് പരിസരത്തായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾക്ക് അത് വലിയ പ്രയോജനമാണ്. ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്തായിട്ട് അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പള്ളിയുണ്ട്, മോസ്കുണ്ട്. ആ മോസ്കിലേക്ക് ആളുകൾക്ക് വരാനും അത് വലിയ സഹായകമാണ്. അത്തരത്തിൽ ഈ ഭാഗത്തുള്ള ആളുകൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷത്തെ നോക്കിക്കാണുന്നത്. റോഡ് ഉദ്ഘാടനം വാർഡ് മെമ്പർ അസീസ് മന്നലാങ്കുന്ന് നിർവഹിച്ചു. സംഘടക സമിതി ചെയർമാൻ ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. ഗുണഭോക്താക്കൾക്കു വേണ്ടി MK അബൂബക്കർ മെമ്പറെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം C. അഷ്റഫ്, ഹുസൈൻ മാസ്റ്റർ, MC ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. പെങ്ങാമുക്ക് ഗ്രാമത്തിന്റെ സുവർണകുമാരനായി വേദനാഥ്. ഇത്തവണത്തെ സംസ്ഥാന കായികമേളയിൽ കൂടി സ്വർണം നേടിയതോടെ ദേശീയ തലത്തിലടക്കം 7ഓളം സ്വർണ്ണ മെഡലുകളാണ് വേദനാഥ് തന്റെ ചെറിയ പ്രായത്തിൽ വാരിക്കൂട്ടിയത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മേളയിൽ ജൂനിയർ മെയ്പൈറ്റിലാണ് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി വേദനാഥ് സ്വർണം കരസ്ഥമാക്കിയത്. 6 വയസ്സു മുതൽ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന വേദനാഥ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും ഒട്ടേറെ തവണ സ്വർണ്ണ മെഡൽ ജേതാവാണ്. അരുവായി VKM കളരിയിലെ MB വിനോദ് കുമാർ ഗുരുക്കളുടെ കീഴിലാണ് കളരി പഠനം. കളരിപ്പയറ്റിനു പുറമെ ക്രിക്കറ്റിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ ജൂനിയർ പ്രതിഭ. KCA അണ്ടർ-14 സംസ്ഥാന ക്രിക്കറ്റ് B ടീമിൽ കഴിഞ്ഞ വർഷം അംഗമായിരുന്നു. അണ്ടർ-14, അണ്ടർ-16 ജില്ലാ ടീമുകളിലും കളിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ കളരി അഭ്യാസിയായ ദേവസഹായം പിള്ളയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് വേദനാഥാണ്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വേദനാഥ് ഇത്തവണ ജില്ലാ കായികമേളയുടെ ഭാഗമായ സ്കൂൾ ക്രിക്കറ്റിലും തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിരുന്നു. മുണ്ടൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് ക്രിക്കറ്റ് പരിശീലിക്കുന്നത്. കളരി ഗുരുക്കൾ വിനോദ് കുമാർ,
ആത്രേയ അക്കാദമിയിലെ കോച്ച് ഹൈദർ അലി, ക്രിക്കറ്റ് പരിശീലകൻ UA സലിം, ബോയ്സ് സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീനിഷ് മാസ്റ്റർ തുടങ്ങിയവരാണ് വേദുനാഥിന്റെ നേട്ടങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ചത്. പെങ്ങാമുക്ക് കൂനത്ത് രവീന്ദ്രനാഥിന്റെയും രമ്യയുടെയും മകനാണ്. ബിടെക് വിദ്യാർത്ഥിയായ ആദിനാഥ് കൂനത്ത് സഹോദരനാണ്. വേദുനാഥ് കൂനത്തിനെ CPIM പെങ്ങാമുക്ക് ബ്രാഞ്ച്, കോൺഗ്രസ് പെങ്ങാമുക്ക് കമ്മിറ്റി, കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖര സമിതി എന്നിവർ അനുമോദിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടുകാമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന മാനിഫെസ്റ്റോയിലേക്ക് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ഇതിനായി ചിറക്കൽ സെന്ററിൽ നിർദ്ദേശപ്പെട്ടി സ്ഥാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിനു മുന്നിലും ജെറൂസലേം സെന്ററിലും കൂടി നിർദ്ദേശപ്പെട്ടി സ്ഥാപിക്കുമെന്ന് സത്യൻ പറഞ്ഞു. NCP പഞ്ചായത്ത് പ്രസിഡന്റ് PC സണ്ണി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന കാട്ടുകാമ്പാൽ പഞ്ചായത്തിലെ 11ാം വാർഡ് മേലെ പട്ടിത്തടത്ത് സ്ഥാപിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. മേഖലയിലെ നിരവധി കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാകുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ ബിന്ദു മനോഹരൻ, മിന്റോ റെനി, ഷീജ സുഗതൻ, വാർഡ് മെമ്പർ യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആം ആദ്മി പാർട്ടി പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമായി. മിഷൻ 2025 പാർട്ടി പ്രകടന പത്രിക ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ പ്രകാശനം ചെയ്തു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം റാണി ആന്റോ നിർവഹിച്ചു. പുന്നയൂർ പഞ്ചായത്ത് വികസനത്തിന്റെ 10 പ്രകടന പത്രിക ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സതീഷ് വിജയൻ പ്രകാശനം ചെയ്തു. പാർട്ടി അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് വടക്കൂട്ട് നിർവഹിച്ചു. പഞ്ചായത്തിൽ മത്സരിക്കുന്ന 12 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ മഹാശിവപുരാണ ഏകദശഹ യജ്ഞത്തിന് നവംബർ 12 ബുധനാഴ്ച തുടക്കമാകും. 23-ാം തീയതി വരെയാണ് യജ്ഞം നടക്കുക. ശിവഭഗവാന്റെ മഹത്വവും ലീലകളും ഉപദേശങ്ങളും വിശദീകരിക്കുന്നതാണ് മഹാശിവപുരാണ ഏകാദശഹ യജ്ഞം. ശിവപുരാണം ശ്രവിക്കുന്നതിലൂടെയും യജ്ഞം നടത്തുന്നതിലൂടെയും ഭക്തിയും ശാന്തിയും കുടുംബസമൃദ്ധിയും നേടുമെന്നാണ് വിശ്വാസം. 12-ാം തീയതി ബുധനാഴ്ച വേലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര ആരംഭിച്ച കണ്ടംകുളങ്ങര ക്ഷേത്രത്തിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന ചടങ്ങ് തെക്കേമഠം ദേവസ്വം ചെയർമാൻ വടക്കുംപാട്ട് നാരായണൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ആചാര്യൻ ശ്രീധരൻ നമ്പ്യാർ വേലൂർ പാരായണം നടത്തും. കാരംകുറിശി ഗിരീഷ് ശർമ്മ സഹ ആചാര്യനാകും. ശിവപുരാണ പാരായണ ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് കണ്ടംകുളങ്ങര ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും. RP മൊയ്തുട്ടി ഫൗണ്ടേഷന്റെയും എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 2ാമത് സംസ്ഥാനതല ബാലകലാമേളയായ റെയിൻബോ 2025 നവംബർ 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. RP മൊയ്തുട്ടി സാഹിബിന്റെ 20ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് സൗജന്യമായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. ചെറിയ കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, കലാഭാവം, ആത്മവിശ്വാസം എന്നിവ നിറങ്ങളിലൂടെ പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്തെ അങ്കണവാടി, പ്രീ സ്കൂൾ, LP സ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി 400ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ KR അനിൽ, വൈസ് പ്രിൻസിപ്പാൾ CV അമ്പിളി, PRO സലാഹുദ്ദീൻ, PTA പ്രസിഡന്റ് സതീഷ് ബാബു, MPTA പ്രസിഡന്റ് പ്രജിത സുരേഷ് എന്നിവർ പങ്കെടുത്തു. ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ മൊയ്തുട്ടി സാഹിബിന്റെ സ്മരണയെ അർത്ഥവത്താക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സേവന സ്വപ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു ശ്രമമാണ് റെയിൻബോ 2025. ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ചെറിയ കുട്ടികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, കലാഭാവന, ആത്മവിശ്വാസം എന്നിവ വളർത്തുകയാണ്. ഇത് കുട്ടികൾക്ക് നിറങ്ങളിലൂടെ അവരുടെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. കുട്ടികളുടെ ബാല്യകാല സൃഷ്ടികളെ ആദരിക്കുന്ന ഈ മത്സരത്തിലൂടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാപാഠവും തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും.
ലയൺസ് ക്ലബ്ബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി ഫാമിലി മീറ്റ് ഗുരുവായൂർ കച്ചേരിപ്പടിയിലുള്ള ലോഡ് ഷൈൻ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ജേസൺ ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് മുഖ്യാതിഥിയായി. റീജിയണൽ ചെയർപേഴ്സൺ ഗിൽബർട്ട് പാറമേൽ, സോൺ ചെയർപേഴ്സൺ CP ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഡയാലിസിസ് ഫണ്ട് കൈമാറി. തൃശൂർ കോർപ്പറേഷനുമായി തൃശൂർ റീജിയണൽ ലയൺസ് ക്ലബ്ബ് 360 ദിവസവും ശക്തൻ സ്റ്റാൻഡിൽ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയായ മന്നയിലേക്കുള്ള ക്ലബിന്റെ വിഹിതവും കൈമാറി. ക്ലബ്ബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനത്തിന്റെ താക്കോൽദാനം ജനുവരിയിൽ നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ബോസ് വാഴപ്പള്ളി, കോർഡിനേറ്റർ ഡാഡി തോമസ്, മുൻ പ്രസിഡന്റ് ജോസ് ഫ്രാൻസിസ്, മുരളീധരൻ, വിനു റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ സ്കൂൾ സ്കിൽ ഫെസ്റ്റ് വിഭാഗത്തിൽ ഇന്നൊവേഷൻ മത്സരത്തിൽ സഞ്ചരിക്കുന്ന ചാർജിംഗ് സ്റ്റേഷന് വിഭാവനം നൽകിക്കൊണ്ട് 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് കടപ്പുറം ഗവൺമെന്റ് VHSSലെ 2ാം വർഷ വിദ്യാർത്ഥികൾ. മുബഷീർ, ആര്യൻ, റിഫാൻ എന്നിവരാണ് ഇലക്ട്രിക്കൽ വിഭാഗം അധ്യാപകനായ യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ 1 മാസം കൊണ്ട് ഈ പവർ ഓൺ വീൽസ് നിർമ്മിച്ചെടുത്തത്. KCBയുടെ പുതിയ താരിഫ് പ്രകാരം പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രത്യേക ലിഥിയം ബാറ്ററി അടങ്ങിയ വാഹനങ്ങളിലേക്ക് നിറയ്ക്കുകയും വൈകുന്നേരങ്ങളിൽ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് എന്ന രീതിയിൽ ചായ കുടിക്കുവാൻ വരുന്ന വ്യക്തികൾക്ക് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാവുന്ന സംവിധാനമാണ് പവർ പീടിക. KSRTCയുടെ പഴയ ബസ്സിൽ KCBയുടെ സഹായത്താൽ സോളാർ ബാറ്ററി എന്നിവ സ്ഥാപിച്ച് KTDC വിഭാഗത്തിന്റെ ആഹാര റെസ്റ്റോറന്റ് സഞ്ചരിക്കുന്ന ഫുഡ് ട്രക്കാക്കി മാറ്റിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ജനറേറ്ററിന് പകരമായി ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക്കൽ പവർ ബുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. ബുക്കിംഗിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ, ഡ്രൈവർക്ക് റീചാർജിംഗ് ഓൺ ചെയ്യാനുള്ള കാർഡുകൾ, 6 മണിക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാലയത്തിൽ പവർ പീടിക, പവർ ഓൺ വീൽസിന്റെ പ്രദർശനവുമുണ്ടായി. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ പുന്നേർകുളം രാമരാജ വിദ്യാലയത്തിന് ഓവറോൾ 3ാം സ്ഥാനം ലഭിച്ചു. വിജയാഘോഷത്തിന്റെ ഭാഗമായി വാദ്യമേളങ്ങളോടെ വടക്കേക്കാട് നിന്ന് ആൽത്തറയിലേക്ക് റാലി നടത്തി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു. പായസ വിതരണവും ഉണ്ടായി. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LP വിഭാഗത്തിലും UP ജൂനിയർ ഹിന്ദി വിഭാഗത്തിലുമുള്ള ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. 13-ാം തീയതി രാവിലെ 10:30 ഉദ്യോഗാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തും. താൽപര്യമുള്ളവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി സ്കൂളിൽ നേരിട്ട് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. കുന്നംകുളത്തെ പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള അൽസലാം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഡോക്ടർ സജനാസ് ഹോമിയോപ്പതി ക്ലിനിക്കിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ 7:30 മുതൽ 1 മണി വരെയായിരുന്നു ക്യാമ്പ്. ബ്ലഡ് ഷുഗർ, തൈറോയ്ഡ്, ലിവർ, കിഡ്നി, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ അറിയാനുള്ള ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയ രക്തപരിശോധനയും ഉണ്ടായിരുന്നു. ഡോക്ടർ KM സജന, ഡോക്ടർ അശ്വിൻ അശോക് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്ര പഠന ക്ലാസ് ആരംഭിച്ചു. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ തലക്കോട്ടുകര മുൻ മേൽശാന്തി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ സ്വാമി പ്രണവാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. രമേശ് കേച്ചേരി സ്വാഗതവും ചാന്ദിനി ടീച്ചർ നന്ദിയും പറഞ്ഞു. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4 മണിക്കാണ് ക്ലാസ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,575 രൂപ, പവന് 92,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 165 രൂപ. ചരമം തയ്യൂർ കണ്ണഞ്ചേരി പരേതനായ വേലുമകൻ അഡ്വക്കേറ്റ് രാമഭദ്രൻ നിര്യാതനായി. 72 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് തയ്യൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. വത്സല ഭാര്യയും അഡ്വക്കേറ്റ് ശ്രീവത്സൻ, അഡ്വക്കേറ്റ് ശ്രീപതി എന്നിവർ മക്കളുമാണ്. ചിറ്റാട്ടുകര ജനശക്തി റോഡിൽ ചിറ്റിലപ്പള്ളി അന്തോണി ഭാര്യ കുഞ്ഞന്നം നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. ഡേവിസ്, കൊച്ചുമേരി, വിൻസെന്റ്, ദേവസി, വർഗീസ്, റോസി, ഷാജു എന്നിവർ മക്കളാണ്.
വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി. ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ട് കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു. 89 സ്കൂളുകളിൽ നിന്നായി പങ്കെടുക്കുന്നത് 7377 പ്രതിഭകൾ. കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. കലോത്സവ കാഴ്ചകൾ ബുധനാഴ്ച മുതൽ CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. പോർക്കുളത്ത് കാറിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. കുത്തൂർ വീട്ടിൽ 61 വയസ്സുള്ള പ്രിൻസനാണ് മരിച്ചത്. പെരുമ്പിലാവ് കുരട്ടിക്കരയിൽ KSRTC ബസും സ്വകാര്യ ബസും തമ്മിൽ ഇടിച്ച് അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. പൂവത്തൂർ മൂക്കോല കണ്ണപ്പന്റെ 11ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.